Good morning, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ആണ്. നമുക്കറിയാം നമ്മൾ എക്കണോമിക്സിലെ പാർട്ട് ബേസ് ആണ് നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് നമ്മൾ പറഞ്ഞു. മൈക്രോ മീൻസ് സ്മോൾ ആണ്, മാക്രോ മീൻസ് ബിഗ് ആണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മൈക്രോയിലത്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ മൊണോപ്പൊളി ഉണ്ട്, പ്രൈസ്, ഔട്ട്പുട്ട്, ഡിസിഷൻസ്, മീനിങ് കർവ് ആൻഡ് ഡെഫിനേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, കോസ്, ദെൻ മാർജിനൽ കോസ്റ്റ്, ആവറേജ്, മാർജിനൽ എന്നൊക്കെ നമുക്ക് സീമാന്ത വില, സീമാന്ത ഉൽപ്പന്നം, ശരാശരി വില, ശരാശരി ഉൽപ്പന്നം നമ്മൾ പണ്ട് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് മൊണോപ്പൊളി, പ്രൈസ്. മൊണോപ്പൊളി മീൻസ് കുത്തക നമുക്കറിയാം അല്ലെ. മിസ് ഒന്ന് ജസ്റ്റ് വായിച്ചത് ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട്. ഓക്കെ, വെൻ എ ഫേം ഈസ് ഏർണിംഗ് നോർമൽ പ്രോഫിറ്റ്, ഒരു ഫേം ഏകദേശം ഒരു നോർമൽ പ്രോഫിറ്റിലേക്ക്, ഒരു നോർമൽ പ്രോഫിറ്റ് തന്നെയാണ് ഫേം എന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ. അത് മാത്രമല്ല മാക്സിമം പ്രോഫിറ്റ് ദ പ്രോഫിറ്റ് ഓഫ് മാക്സിമൈസേഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിലെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം പ്രോഫിറ്റൈസേഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു ടെക്നിക്കൽ വേർഡൊക്കെ നമ്മൾ പറഞ്ഞു. Then when a firm is earning normal profit output at a point of where this is break-even point of output, the shutdown point, the point is which firm likely to leave the market. അല്ലേ, to leave. Shutdown means ഇവിടെ പറയുന്നത് to leave എന്നാണ്, to leave. ഓക്കെ, അതായത് മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോവാന്നാണ് അല്ലേ. ടു ലീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിഞ്ഞു പോവുക. ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം കാര്യം ലോസ്, എല്ലാം കൊണ്ടും നഷ്ടമാണ്, നമ്മൾ ഇവിടുന്ന് പോവുകയാണ് എന്നുള്ളതാണ് അല്ലേ. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റാണ് നമ്മുടെ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ടറി കൊണ്ടുവരുന്ന ഓണേഴ്സും ആ ഒരു പാർട്ട്നേഴ്സും അവരൊക്കെ വിചാരിക്കുന്നത് എന്താ, മാക്സിമം പ്രോഫിറ്റ് കിട്ടാനാണ്. പക്ഷേ ലോസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കും. ഓക്കെ, വെൻ എ ഫേം ഈസ് ഏർണിംഗ് നോർമൽ പ്രോഫിറ്റ് ഔട്ട്പുട്ട് ഈസ് എ പോയിന്റ് ഓഫ് വേർ ആൻഡ് ദിസ് ഈസ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ഔട്ട്പുട്ട്. ദ ഷട്ട് ഡൗൺ പോയിന്റ്, ദ പോയിന്റ് ഇൻ വിച്ച് firm is likely to leave the market. Okay, it which the firm is likely to leave the market is the output level where is equally costly when cover all the variable cost and leave the market some of the fixed cost of sunset and finish the price fall below. If the price fall below അല്ലെ, നമുക്കറിയാം the price fall below, നമ്മൾ അതിനുള്ള വില എന്തായി മാറുകയാണ്, അവർക്ക് വില കുറച്ച് എങ്ങനെ നോക്കിയിട്ട് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാത്തൊരു, വില കുറച്ചാലും വില കൂട്ടിയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റ് കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ അവരെന്ത് ഷട്ട് ഡൗൺ ചെയ്യുന്നു. And the point where the firm must decide whether the remain of the market to leave when AR is equal to this is the shutdown point. അതായത് AR is equal to AVC. Okay, AVC. അതായത് it will easier to understand this critical issue, clear the figure using the actual numbers of rather point A to B and C. അതായത് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂസ് ആയിരിക്കും ആ ഒരു സമയം. ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഇഷ്യൂ ഉള്ള സമയമായിരിക്കും. അവർക്ക് എങ്ങനെയും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരതിലേക്ക് എന്തായാലും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫേം ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും അവർ അതിലേക്ക് ഇടും, അവരെ കുറച്ച് ക്യാഷ് നഷ്ടപ്പെടും. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അവർ ഇറക്കിയ ക്യാഷ് അവർ ഇറക്കിയ ആ ഒരു ക്യാഷ് അവർക്ക് കിട്ടാതെ അവരത് ഇൻഡസ്ട്രിയിൽ അത് വിടുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നേരിടുന്ന ഒരു എല്ലാം കൊണ്ടുള്ള പ്രോബ്ലംസ് നേരിടുന്ന സമയമാണ്. ഓക്കെ, and this is not but a choice, rather the lack of option. The firm will have strong incentive to stay the market during the short and hoping perhaps that either market price will increase the efficiency of the cost. അതായത് അവർ എഫിഷ്യൻസി എല്ലാതിൻ്റെ വില എഫിഷ്യൻസി ഓഫ് കമ്മോഡിറ്റി ആൻഡ് ദ സെയിൽസ്മാൻ, ദ ഇൻട്രാക്ഷൻ ഓഫ് സെയിൽസ്മാൻ ആൻഡ് ബിസിനസ്മാൻ, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങി അത്രയും ഹൈ ലെവൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ തരണം ചെയ്ത് അവിടെ മാർക്കറ്റ് റേഞ്ചിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. It however the market price fall even further in the option become the stay in the business market loss and leave the make the loss. അതായത് നഷ്ടം അപ്പോൾ അവരെ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കും, പക്ഷേ നഷ്ടം തന്നെ വീണ്ടും അവർക്ക് ഇറക്കിയ എത്രത്താണോ അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് പിന്നെയും നഷ്ടത്തിലേക്കാണ് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറുന്ന സമയമാണ്.
Okay, will be identical, which means that there is a contribution towards covering the fixed the same loss by leaving the point, whereas the firm will not produce to lower price to level, and therefore important of consideration of സപ്ലൈ കർവ്. അതായത് ഇനി നമുക്ക് നോക്കാം, ഈ ഒരു നമ്മൾ ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ അവർ ഷട്ട് ഡൗൺ ചെയ്ത് ലീവ് ചെയ്തു മാർക്കറ്റിൽ നിന്ന്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പ്രൈസും ഔട്ട്പുട്ടും ഡിസിഷനും മീനിങ് കേർവ്, അതായത് മീനിങ് ഓഫ് കേർവ്, അതായത് നമ്മുടെ സപ്ലൈ കേർവും ഡിമാൻഡ് കേർവും എന്താവും ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ സപ്ലൈ കേർവും ഡിമാൻഡ് കേർവ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് നടക്കുമോ, ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സപ്ലൈ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ പോയിന്റ്സ് ഓഫ് ദ സ്റ്റേ ഇൻ ദ ബിസിനസ് ടു ലീവ് ദ മാർക്കറ്റ് ഇറ്റ് അബൌവ് ദ റിക്വസ്റ്റ് റിവൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് സപ്ലൈ, അല്ലേ? റീവിസിറ്റിംഗ് ആൻഡ് റിവൈസിങ് ദ സപ്ലൈ. അവർ പ്രധാനവും ചോദനമൊക്കെ അവരെന്ത് ചെയ്യും, ഒന്നും കൂടി റിവൈൻഡ് ചെയ്യും. എവിടെയാണ് എന്താണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നോ അങ്ങനെ അവർ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യും. എന്ത് സപ്ലൈ കേർവും ഡിമാൻഡും സപ്ലൈ എല്ലാം അവർ കേർവ് ഓഫ് demand and supply as well as the perfectly competitive market, the significant modification to be noted by supply curve to firm and long run to below. Okay, buildings on proposition that firm will supply possible level above the average variable cost curve shortened. The market supply can be the divided into assume of market three. അതായത് മാർക്കറ്റ് സപ്ലൈ പ്രധാനം അവർ ഇറക്കിയ അവരുടെ ഗുഡ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് സപ്ലൈ എത്രത്തോളം സപ്ലൈ ഉണ്ടാകും. പിന്നെ അവരെന്ത് ചെയ്യും, അത് സെക്കൻഡ്ലി അവർ എങ്ങനെയെങ്കിലും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഷട്ട് ഡൗൺ ചെയ്താലും പിന്നീട് അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി എന്തായിരിക്കും അതിൽ എന്തൊക്കെയാണോ അവർക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റുക അതെല്ലാം അവർ കറക്റ്റ് ചെയ്ത് വീണ്ടും അവർ മാർക്കറ്റ് കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യും, മാക്സിമം പ്രോഫിറ്റിലേക്ക് പോകുന്ന ഫേംസും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം കുത്തകാവകാശം. മൊണോപ്പൊളി എന്നാൽ എന്ത്? മൊണോപ്പൊളി നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊണോപ്പൊളി എന്താണ്? മൊണോപ്പൊളി അതായത് അത് ഒബ്ജക്റ്റീവ്സ് മിസ് വായിച്ചത്. വി ഹാവ് ലേൺ അപ്പ് യൂണിറ്റ് 9 ദർ വാസ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് മാർക്കറ്റ്. ബ്രോഡ്ലി സ്പീക്കിംഗ് മാർക്കറ്റ് ഐദർ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഇംപയറക്ട്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. നമുക്കറിയാം മാർക്കറ്റ് നമ്മളെപ്പോഴും മാർക്കറ്റിന് എക്കണോമിക്സ് പഠിക്കുമ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? മാർക്കറ്റിൻ്റെ എപ്പോഴും മാർക്കറ്റിൻ്റെ തൊട്ടടുത്തൊരു സെൻറ്റൻസാണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. മത്സരാധിഷ്ഠിതമായൊരു കച്ചവട ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ്, അല്ലേ? അപ്പോൾ അവിടെ എപ്പോഴും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും, മത്സരം ഉണ്ടാവും. പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് മാർക്കറ്റ് ഈസ് ഔട്ട്പുട്ട് ഡിസിഷൻ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആൻഡ് ദർ ആർ വേരിയസ് ഫോം ഓഫ് മാർക്കറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് പലതരത്തിലുള്ള എന്തുണ്ടെന്നാണ് പറയുന്നത്, പലതരത്തിലുള്ള മാർക്കറ്റ്സ് ഉണ്ട്, അല്ലേ? അതായത് മൊണോപ്പൊളിക് മാർക്കറ്റ് അതൊക്കെ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് ഐറ്റംസ് ഉണ്ട്. മൊണോപ്പൊളി ഉണ്ട്. ഇതിൽ പറയുന്നത് എന്താ, പ്രൈസ് ഇൻ പബ്ലിക് മൊണോപ്പൊളി ആൻഡ് എന്തൊക്കെ തരത്തിലുള്ള മാർക്കറ്റ് അതിലുള്ള നോക്കാം. മാക്സിമം പ്രോഫിറ്റ് ഗിവൺ ദ എക്കണോമിക് ഓഫ് ടെക്നിക്കൽ കോൺവെർസേഷൻ ഇൻ ദിസ് സെക്ഷൻ അനാലിസിസ് ദ ബിഹേവിയർ ഓഫ് പബ്ലിക് മൊണോപ്പൊളി. ആൻഡ് സോ ഫാർ വി ഹാവ് ഡിസ്കസ് ദ ബിഹേവിയർ ഓഫ് പ്രൈവറ്റ് മൊണോപ്പൊളിസ്റ്റ്. അതായത് പബ്ലിക് മൊണോപ്പൊളി, പ്രൈവറ്റ് മൊണോപ്പൊളി, ഇവയ്ക്ക് അതിലുണ്ട് എന്ന് പറയുന്നു, അല്ലേ? ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ടൈപ്സ് ഓഫ് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് മൊണോപ്പൊളിയിലെ എന്ത് മൊണോപ്പൊളിയാണ് നമുക്ക് നോക്കാം. Demand and revenue curve under monopoly. Okay. Market either supply per competition. These include monopoly, oligopoly, and monopolistic competition. Okay. The firm industry perfect competitive market. There are a various form of market under perfect competition. അവിടെയാണ് പോയിന്റ്. There are various form of market competition. പലതരം, അതായത് ഒരു തരം മാർക്കറ്റ്, ഒരു തരം കോമ്പറ്റീഷൻ ഇത് മാത്രമല്ല നമ്മുടെ മാർക്കറ്റിലുള്ളത്. എന്താണ്? ദീസ് ഇൻക്ലൂഡ്സ് മൊണോപ്പൊളി, ഒലിഗോപ്പൊളി ആൻഡ് ഒലിഗോപ്പൊളി. ഓക്കെ, മറന്നു പോകരുത്. മൊണോപ്പൊളി ആൻഡ് ഒലിഗോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. എന്താണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ? ആൻഡ് some of them are extreme form. In this unit we will discuss the extreme form of market and monopoly where there is only the seller. Okay,
ദെൻ ആൻഡ് ദ മീനിങ് കോഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണോപ്പൊളി. ഇതിൻ്റെ മീനിങ്ങും കോഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് മൊണോപ്പൊളി പ്രൈസും ഒക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രുതി ജെയിൻ, അസിസ്റ്റന്റ് പ്രൊഫസർ എക്കണോമിക്സ്, ആൻഡ് അദ്ദേഹം പറഞ്ഞത് മാർക്കറ്റ് സ്ട്രക്ചർ. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്? എക്സ്പ്ലെയിൻ പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ ഓഫ് അണ്ടർ മൊണോപ്പൊളി. ഒരു മൊണോപ്പൊളി എന്ന് പറ ഒരു മൊണോപ്പൊളിക് മാർക്കറ്റിൽ എക്സ്പ്ലെയിൻ പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനും ആൻഡ് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപ്പൊളി ആൻഡ് ദ മീനിങ് ഓഫ് മൊണോപ്പൊളി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൊണോപ്പൊളി? ഡെഫിനിഷൻ ആണ് മിസ് വായിക്കാൻ പോകുന്നത്. ദ വേർഡ് മൊണോപ്പൊളി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, മോണോ ആൻഡ് പൊളി. രണ്ട് വേർഡിൽ നിന്നാണ് മൊണോപ്പൊളി എന്നുള്ള വേർഡ് വന്നത്, മോണോ ആൻഡ് പൊളി. ഓക്കെ, മോണോ റെഫേഴ്സ് എ single entity and poly is control. Okay, and in this way monopoly refers the market situation which there is only the seller of commodity. അതായത് എന്തിനെ പറ്റിയാ പറയുന്നത്? മൊണോപ്പൊളി റെഫേഴ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ വിച്ച് ദർ ഇസ് ഓൺലി വൺ സെല്ലർ. മൊണോപ്പൊളിയിൽ ആരായിരിക്കും? ഓൺലി വൺ സെല്ലറാണ് ഉണ്ടാവുക ഓഫ് കമ്മോഡിറ്റി. ഒരു വസ്തുവിനെ ആധാരമാക്കി ഓൺലി വൺ സെല്ലറാണ് ഉണ്ടാവുക. ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ കമ്മോഡിറ്റി ദാറ്റ് മൊണോപ്പൊളി ഫേം ടു പ്രൊഡ്യൂസ് ആൻഡ് ദർ ആർ ബാരിയേഴ്സ് ഓഫ് എൻട്രി. ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ് അവിടെ. എന്തില്ല? നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, പകരം വെക്കാൻ ഒന്നും ഉണ്ടാകത്തില്ല. ആൻഡ് ദ കമ്മോഡിറ്റി ദാറ്റ് മൊണോപ്പൊളി ഫേം പ്രൊഡ്യൂസസ് ആൻഡ് ദർ ആർ ബാരിയേഴ്സ് ഓഫ് എൻട്രി. ദ സിംഗിൾ producer may be in the form of individual owner and simple partnership or joint stock company. അവർ സിമ്പിൾ ഓണർഷിപ്പ് ആയിരിക്കും ആൻഡ് ഒരു വൺ ആരായിരിക്കും? പ്രൊഡ്യൂസർ, സിംഗിൾ പ്രൊഡ്യൂസർ. ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് അല്ലേ, ഒരു മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് കോമ്പറ്റീഷനിൽ ഓൺലി വൺ സെല്ലർ അല്ലെ ഓൺലി വൺ പ്രൊഡ്യൂസർ, ദാറ്റ് ഈസ് സിംഗിൾ പ്രൊഡ്യൂസർ മേ ബി ഇൻ ദ ഫോം ആൻഡ് ഇൻഡിവിജ്വൽ ഓണർ. അദ്ദേഹം തന്നെയാണ് എന്ത്? ഇൻഡിവിജ്വൽ ഓണറും. അപ്പോൾ തന്നെ മൊണോപ്പൊളി എന്നുള്ള വേർഡിൽ തന്നെ നമുക്ക് കൺട്രോൾ, പൊളി മീൻസ് കൺട്രോൾ, മൊണോപ്പൊളി സിംഗിൾ. അപ്പോൾ ഒരു സിംഗിൾ, മോണോ മീൻസ് സിംഗിൾ, പൊളി മീൻസ് കൺട്രോൾ. ഒരാൾ സിംഗിളായിട്ട് കൺട്രോൾ ചെയ്യുന്ന മാർക്കറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അണ്ടർ മൊണോപ്പൊളി ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. അതായത് അണ്ടർ ദ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്തില്ല? ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. ഒരു ഫേമും ഇൻഡസ്ട്രിയും, ഫേം വേറെയും ഇൻഡസ്ട്രി വേറെയും എന്നല്ല, അത് നോ ഡിഫറൻസ് ആണ്, ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു മാർക്കറ്റ് കോമ്പറ്റീഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ കണ്ടീഷനാണ് മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, മോണോപ്പൊളി സിംഗിൾ ആൻഡ് പൊളി മീൻസ് കൺട്രോൾ. ഒരാൾ കൺട്രോൾ ചെയ്യുക. ആര്? വൺ പ്രൊഡ്യൂസർ, വൺ ഇൻഡിവിജ്വൽ ഓർ വൺ പ്രൊഡ്യൂസർ കൺട്രോൾ ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്രോസസ്സിംഗ് ആണ് മൊണോപ്പൊളി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൊണോപ്പൊളിസ് ആർ ഫുൾ ഓഫ് കൺട്രോൾ ഓവർ ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി. സപ്ലൈ പ്രധാനം, നമുക്കറിയാം ഒരു പ്രധാനം എത്രത്തോളം അത് നമുക്ക് കിട്ടും, നമ്മുടെ കയ്യിലുള്ള അളവ്, ഒരു കമ്മോഡിറ്റി, ദ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അളവ് എത്രത്തോളമുണ്ട്, അതാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം എത്ര സപ്ലൈ ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത്, അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് ആർക്കായിരിക്കും? ഏത് കോമ്പറ്റീഷൻ? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈ ഒരു സപ്ലൈ അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ കയ്യിൽ ഗുഡ് ആൻഡ് സർവീസസ് ഉണ്ട് എന്നുള്ളത് അത് ആരുടെ കുത്തവകാശം ആർക്കായിരിക്കും? വൺ ഇൻഡിവിജ്വൽ ഓർ വൺ പ്രൊഡ്യൂസർ. അതാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, monopolies are full of control over the supply of commodity. Having control over the supply of commodity, the exercise market power and the set of price. And there is a single seller producer. Monopolies may be king without the crown. അദ്ദേഹമായിരിക്കും വിത്തൗട്ട് ക്രൗൺ. ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ടു ബി കിങ് വിത്തൗട്ട് എ ക്രോൺ, എന്ത് കിരീടമില്ലാത്ത രാജാവായിരിക്കും ആര്യ പ്രൊഡ്യൂസർ. കിരീടമില്ലാത്ത രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരിക്കും പ്രൈസ് തീരുമാനിക്കും, അദ്ദേഹമായിരിക്കും സപ്ലൈ എത്രത്തോളം ഉണ്ട് തീരുമാനിക്കുന്നത്, അദ്ദേഹമായിരിക്കും എത്രത്തോളം നമുക്കത് വിൽക്കണം എന്നുള്ള ഹൗ ടു പ്രൊഡ്യൂസ്, വിച്ച് പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ വിൽക്കണം, എത്രത്തോളം വിൽക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഒരു മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനിൽ ഒരു വൺ പ്രൊഡ്യൂസർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് മോണോ മീൻസ് വണ്ണ് ആൻഡ് പോളി എന്നുള്ള ദ മീനിങ് ഓഫ് പോളി എന്നുള്ള വേർഡിന് കൺട്രോൾ, വൺ സെല്ലർ അല്ലെങ്കിൽ ഒരൊറ്റ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്.